പലസ്തീൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് പുതിയ സംഭവവികാസങ്ങളാണ് ട്രംപിന്റെ വരവോടുകൂടി ഇസ്രയേലിൽ അരങ്ങേറുന്നത്. ഗാസ ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ട്രംപിന്റെ പ്രസ്താവനകൾ തന്നെ യുദ്ധം അടുത്തെങ്ങും തീരാൻ പോകുന്നില്ലെന്ന സൂചനയാണ് നൽകുന്നത്. യുദ്ധത്തിന്റെ പേരിൽ ഇസ്രയേലികളിൽ നിന്ന് തന്നെ എതിർപ്പേൽക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി. യുദ്ധം തുടരുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകുന്നതിനാൽ നിരവധി പേർ ജോലി ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോയതായുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തുവന്നിരുന്നു. ഇപ്പോഴിതാ ഇസ്രയേലികൾക്കിടയിൽ നിന്നും പുതിയ റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഗാസ മുനമ്പിൽ ഇസ്രയേൽ ഭരണകൂടം നടത്തിയ വംശഹത്യ, യുദ്ധത്തിൽ പങ്കെടുത്തതിനെ തുടർന്നുണ്ടായ മാനസിക സംഘർഷം താങ്ങാനാകാതെ ഒരു ഉന്നത ഇസ്രയേലി പോലീസ് ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്തുവെന്നാണ് അൽ ജസീറയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ഒക്ടോബർ 7 മുതലുള്ള ആക്രമണങ്ങളിൽ പങ്കാളിയായിരുന്ന ഉദ്യോഗസ്ഥൻ യുദ്ധത്തിൽ നിന്ന് മടങ്ങിയെത്തിയ ശേഷം കടുത്ത മാനസികാരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിച്ചിരുന്നതായി ഇസ്രായേലി ദിനപത്രമായ ഹാരറ്റ്സും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യുദ്ധമുഖത്തുള്ള തുടർച്ചയായ വെടിവെപ്പാണ് അദ്ദേഹത്തെ മാനസികമായി തളർത്തിയതെന്ന് ഇസ്രായേലി പത്രമായ യദിയോത്ത് അഹ്റോനോത്തിൽ നിന്നുള്ള റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാണ്. ഉദ്യോഗസ്ഥൻ ആഴത്തിലുള്ള മാനസിക പ്രശ്നങ്ങളുമായി മല്ലിട്ടിരുന്നുവെന്നും അത് ആത്മഹത്യാ ചിന്തകളിലേക്കും ഒടുവിൽ ജീവൻ എടുക്കുന്നതിലേക്കും നയിച്ചുവെന്നുമാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് മാനസിക നില താളം തെറ്റി തുടങ്ങിയ അദ്ദേഹം പലസ്തീൻകാരനായി വേഷം മാറി ഇസ്രയേൽ സേനയെ കബളിപ്പിക്കാൻ പോലും ശ്രമിച്ചിരുന്നു. യുദ്ധം ഇസ്രയേലി സൈനികരിൽ ഉണ്ടാക്കിയ കടുത്ത വൈകാരിക ആഘാതത്തെയാണ് ഈ സംഭവം എടുത്തു കാണിക്കുന്നതെന്ന് നിരീക്ഷകർ പറയുന്നു. ഉദ്യോഗസ്ഥരിൽ പലരും മാനസിക പരിണിത ഫലങ്ങളെ നേരിടാൻ പാടുപെടുന്നവരാണ്. ആക്രമണം ആരംഭിച്ചതിനു ശേഷം കുറഞ്ഞത് 28 ഇസ്രയേലി സൈനികരെങ്കിലും ആത്മഹത്യ ചെയ്തതായി ഹാരറ്റ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. 2015 ശേഷമുള്ള ഏറ്റവും ഉയർന്ന കണക്കാണിത്. ഇസ്രയേലിൽ നേരത്തെ ഒരു ഇസ്രയേലി സൈനികൻ ഓടിക്കൊണ്ടിരിക്കുന്ന സബ്വേ കാറിന്റെ മുമ്പിലേക്ക് ചാടുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് ഈ സംഭവം പുറം ലോകം അറിയുന്നത്. അതേസമയം ഇത്തരം സംഭവങ്ങൾ തടയാൻ സൈന്യത്തിന് കഴിയാത്തത് വൻ ആശങ്കകൾക്കാണ് വഴിവെക്കുന്നത്. ഇത്തരം കേസുകൾ കുറയ്ക്കുന്നതിനായി അധികൃതർ 800 സൈക്കാട്രിസ്റ്റുകളെ നിയമിക്കുകയും തങ്ങളുടെ സേനയ്ക്ക് പിന്തുണ നൽകുന്നതിനായി കൂടുതൽ മനഃശാസ്ത്ര കൗൺസിലിംഗ് കേന്ദ്രങ്ങൾ തുറക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ഭരണകൂടത്തിന്റെ പ്രക്ഷേപകനായ കാൻ പറയുന്നുണ്ട്. അതിനുശേഷം ഞെട്ടിക്കുന്ന പ്രതികരണമാണ് ഇതുമായി ബന്ധപ്പെട്ട് സൈനികരിൽ നിന്നും ലഭിച്ചത്. ആത്മഹത്യാ പ്രവണതയുള്ള സൈനിക ഉദ്യോഗസ്ഥരിൽ നിന്ന് 3900-ലധികം കോളുകൾ കേന്ദ്രങ്ങൾക്ക് ലഭിച്ചതായ റിപ്പോർട്ടുകളാണ് പുറത്തുവന്നത്. അവരിൽ പലർക്കും കടുത്ത പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ബാധിച്ചതായും നീണ്ട യുദ്ധത്തെ തുടർന്ന് ഉണ്ടാകുന്ന നിരാശ അനുഭവപ്പെട്ടതായും ഇവർ പരാതി പറഞ്ഞതായ റിപ്പോർട്ടുമുണ്ട്. സൈനികർ മാത്രമല്ല, യുദ്ധം മൂലമുണ്ടാകുന്ന മാനസിക സമ്മർദ്ദം രാജ്യത്തെ സാധാരണക്കാരും കാര്യമായി തന്നെ അനുഭവിക്കുന്നുണ്ട്. ഏകദേശം 3 ദശലക്ഷം ഇസ്രയേലി കുടിയേറ്റക്കാർ ഉത്കണ്ഠ, വിഷാദം, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്നിവ അനുഭവപ്പെടുന്നതായി പുതുതായി പുറത്തുവന്ന ഒരു റിപ്പോർട്ടിൽ പറയുന്നതായി ടൈംസ് ഓഫ് ഇസ്രയേൽ പറയുന്നു. ഇസ്രയേലി കൺട്രോളർ മെതന്യാഹു എംഗൽമാൻ 2024 ഏപ്രിലിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ഒക്ടോബർ 7 ആക്രമണത്തിന് ശേഷമുള്ള 6 മാസത്തിനുള്ളിൽ ജനസംഖ്യയുടെ 38% പേരെങ്കിലും ഇത്തരം സാഹചര്യത്തിലൂടെ കടന്നുപോയതായി പറയുന്നു. പക്ഷേ ആരോഗ്യ മാനേജ്മെന്റ് ഓർഗനൈസേഷനുകൾ വഴിയും പ്രതിരോധ കേന്ദ്രങ്ങൾ വഴിയും ജനസംഖ്യയുടെ 0.6% പേർക്ക് മാത്രമേ മാനസികാരോഗ്യ ചികിത്സ ലഭിച്ചുള്ളൂ എന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ആക്രമണം രൂക്ഷമായ സാഹചര്യത്തിൽ മാനസികാരോഗ്യ സംരക്ഷണ മേഖലയിലെ പരാജയങ്ങളെക്കുറിച്ച് താൻ പ്രധാനമന്ത്രി നെതന്യാഹുവിന് മുന്നറിയിപ്പ് നൽകിയതായി എംഗൽമാൻ പറഞ്ഞു. യുദ്ധം വരുത്തിവെച്ച തലവേദന പോലെ അതിന്റെ അനന്തരഫലമായി 5,80,000 ഇസ്രയേലികൾ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നതായി റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ പറയുന്നു.